എനിക്കൊരു 2 മിനിറ്റ് പ്ലീസ് 2 മിനിറ്റ് സംസാരിക്കാൻ സമയം തരണേ. 2 മിനിറ്റ് ഇറക്കണ്ട. 2 മിനിറ്റ്. അവന് വയ്യ. അവൻ്റെ വയ്യായിക്ക് എന്താണ് അതിൻ്റെ പേര് പറയാൻ പോലും എനിക്കറിയാൻ പാടില്ല. അവന് സുഖം കിട്ടുന്നതേ അവന് ഒരുപാട് ജനങ്ങളെ കാണുമ്പോഴും വേദികളിൽ ഏറുമ്പോഴാണെന്ന് അവൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിന്ന് വന്ന് കേക്ക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ. അവന് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ്. അവന് ഓരോ തവണ ഓരോ വേദികൾ കയറി അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. കേക്ക് വേറൊരു കാര്യമുണ്ട്. അവൻ വീൽ ചെയറിൽ വരണല്ലേ നിങ്ങൾ കണ്ടത്. അവൻ എൻ്റെ കൈ പിടിച്ച് നടന്നു എന്ന്. അവൻ എൻ്റെ കൈ പിടിച്ച് നടന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഞാനിന്ന് സ്റ്റേജിൽ കയറട്ടെ എന്ന്. അപ്പൊ അവൻ സ്റ്റേജിൽ കയറണാണ്. ഇത് അവന് കിട്ടുന്ന തെറാപ്പിയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് അവന് കിട്ടുന്ന തെറാപ്പി. ഇതാണ് അവന് കിട്ടുന്ന ഏറ്റവും നല്ല ചികിത്സ. അവൻ നാളെ ഇത്രയധികം ജനങ്ങളെ കണ്ടിട്ട് അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇതിനേക്കാൾ ആരോഗ്യമായി ഉള്ളവനായി മാറും. മനസ്സിലായ? ഇതാ മോന്റെ ചികിത്സയും കൂടിയാണ്. സുന്ദരിയാണ്. അയ്യോ നിക്ക്. അയ്യോ വേറെ കാര്യം പറഞ്ഞു. ഇതാരാന്നറിയോ? നീ നിന്നെ പരിചയപ്പെടുത്ത്. ഇന്ന് നിന്റെ ഏത് സ്പെഷ്യൽ ദിവസമാണെന്ന് കൂടി പറയാ ചേട്ടന്മാരോട്. പറയടാ, നിന്നെ പരിചയപ്പെടുത്തടാ. എന്റെ പേര് ശ്രേയസ്. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ വേടൻ ചേട്ടനോട് പ്രസവം ചെയ്യാൻ പോവാണ്. തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും ശ്രേയസിനെ അറിയാം ഇല്ലേ? ശ്രേയസിനെ കണ്ടിട്ടുണ്ടോ? ശ്രേയസ് എൻ്റെ പാട്ടുകളൊക്കെ എപ്പോഴും പാടി നടക്കാറുള്ളതാ. അപ്പൊ നാളെ ശ്രേയസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണിത് ശ്രേയസിന്. എൻ്റെ കൂടെ ഫ്ലോറിൽ കയറുക എന്നുള്ളത്. പിടിച്ചതെല്ലാം പുലിവാലിട, കണ്ട മൃഗത്തിന്റെ തോലിട, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്ക് ഗുണമുള്ള തോളിടാ, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളുമൊന്നും കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളുമൊന്നും